ലോകത്തിലെ ഏറ്റവും മികച്ച പൊതുഗതാഗത ശൃംഖലകളിൽ ഒന്നായി വളർന്ന ദുബായ് RTA 2 പതിറ്റാണ്ടിന്റെ ചരിത്രവും ഭാവി പദ്ധതികളും വിശദീകരിക്കുന്നതായിരുന്നു 20ാമത് വാർഷികാഘോഷം. ചെയർമാൻ മത്താർ അൽ താഹിർ പോയ കാലത്ത് നേട്ടങ്ങളും ഭാവിയിലെ ചുവടുവയ്പുകളും പങ്കുവച്ചു. 17,500 കോടി ദിർഹമാണ് 20 വർഷം കൊണ്ട് റോഡ് വികസനത്തിനും പൊതുഗതാഗതത്തിനുമായി RTA ചെലവിട്ടത്. ബസ്, ടാക്സി, മെട്രോ, ട്രാം, മോണോറെയിൽ, വാട്ടർ മെട്രോ എന്നിങ്ങനെ പല മേഖലകളിലേക്കായി ഇക്കാലയളവിൽ ദുബായിലെ പൊതുഗതാഗതം വികസിച്ചു. റെഡ് ലൈനിൽ തുടങ്ങിയ മെട്രോ ഗ്രീൻ, ബ്ലൂ ലൈനുകളിലേക്ക് വളർന്നു. ട്രാമും മെട്രോയും മാത്രമായി 10 കിലോമീറ്ററാണ് സഞ്ചാരപാത. ബസ്സുകളുടെ എണ്ണം 1300 വർദ്ധിച്ചു. 25,000 കിലോമീറ്റർ റോഡും 1050 മേൽപ്പാലങ്ങളും ടണലുകളും നിർമ്മിച്ചു. കാൽനട യാത്രക്കാർക്ക് മാത്രമായി 177 മേൽപ്പാലങ്ങൾ ഉണ്ടാക്കി. 74.5 കോടിയിലധികം പേരാണ് നിലവിൽ ഓരോ വർഷവും പൊതുഗതാഗതം ദുബായിൽ ഉപയോഗിക്കുന്നത്. അടുത്തഘട്ട പൊതുഗതാഗത സംവിധാനമായി കാണുന്നത് പറക്കും ടാക്സിയാണ്. ഡ്രൈവറില്ലാ ടാക്സികളും ഉടൻ നിരത്തിലിറങ്ങും. മെട്രോയിൽ ബ്ലൂ ലൈനിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ദീർഘവീക്ഷണമുള്ള ഭരണകർത്താക്കളുടെ പിന്തുണയാണ് ഈ വളർച്ചയ്ക്കെല്ലാം കാരണമെന്നും മത്താർ അൽ താഹിർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.